ഹായ് ഹലോ എല്ലാവർക്കും ജിൻസി കൂടത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പള്ളിയിലെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്ലക്കാർഡ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ബൈബിൾ വചനങ്ങളൊക്കെ എഴുതിയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡിൻ്റെ വലിയ കഷ്ണത്തിൽ നിന്ന് ഏകദേശം ഇത്രയും വലുപ്പമുള്ള കാർഡ്ബോർഡ്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ പീസുകൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പേപ്പറുകളും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയ പീസ് നമ്മൾ അതിന് പിടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ചാർട്ട് പേപ്പർ, ഇത് കുറച്ച് കട്ടിയുള്ളൊരു ചാർട്ട് പേപ്പറാണ്. അപ്പോൾ അതും ഈ പരുവത്തിന് തന്നെ ഈ കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ചിട്ടാണ് ഇതിൽ വാക്യം എഴുതുന്നത്. അപ്പം നമുക്കിതൊന്ന് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചെറിയ കഷ്ണം നമ്മൾ ഹാൻഡിലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതിനെ അകത്ത് 2 ലെയറുള്ള കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലത്തെ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് മാറ്റിയിട്ട് അതിനകത്തിലുള്ള ആ കട്ടിയുള്ള കാർഡ്ബോർഡ് നമ്മൾ ഇളക്കി കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കാര്യം നമുക്കത് ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനത്രയും അകത്തോട്ട് കയറ്റി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അകത്ത് ഉള്ളത് കളയുന്നത്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കീറി എടുത്തിട്ട് ഇനി 2ആയിട്ടൊന്ന് മടക്കിയെടുക്കണം. കാര്യം കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർ പിടിക്കുമ്പോൾ ഒരു കട്ടിയൊക്കെ വേണം. കുറേ നേരം ചിലപ്പോൾ അത് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് ചീത്തയായി പോകാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ടേ. അപ്പോൾ ആദ്യം ഞാൻ കമ്പൊക്കെ വെച്ചൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ഞാൻ ആയതുകൊണ്ട് അവർക്ക് കൈക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് പിന്നീട് ഞാൻ അത് മാറ്റിയിട്ട് കാർഡ്ബോർഡ് കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കതൊന്ന് ആ ഒരു കാർഡ്ബോർഡിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒട്ടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി വരുവേ. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ അത് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ടേ. കണ്ടോ, അത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കുറച്ച് നേരം പിടിക്കണം. അങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അകത്തും പുറത്തും നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. 2 സൈഡിലും ആ കാർഡ്ബോർഡിൻ്റെ 2 അറ്റവും നമ്മൾ ഒട്ടിച്ചെടുക്കുവാണേ. നടുക്കും നമ്മൾ കുറച്ച് പശ തേച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കോളും. ഇനിയിപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. കണ്ടോ. ഇനി നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വൈറ്റ് കളറിലെ ഒരു ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു പെർഫെക്ഷൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലാണ് ബൈബിളിനെ വാക്യമൊക്കെ എഴുതുന്നത്. പക്ഷെ എന്നാലും ആ ബാക്ക് സൈഡും കാണാനൊരു ഭംഗി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡിൽ നമുക്കൊരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഒട്ടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇളകി വരാനും പൊങ്ങിയിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലായിടവും പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങളുടെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പള്ളിയിലുള്ള കൊച്ചമ്മയാണ് എന്നോട് ഈ വർക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ കൊച്ചമ്മയ്ക്ക് ഈ സമയത്ത് ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. കാര്യം എനിക്ക് ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് ലൈൻ ഇട്ട് കൊടുക്കണം. കാര്യം കറക്റ്റ് നമ്മൾ എഴുതുന്നതൊക്കെ നേരെ തന്നെ എഴുതണം. അതിന് കറക്റ്റ് വലുപ്പം വേണം. അക്ഷരങ്ങളെല്ലാം ഒരേ വലുപ്പമൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു വാക്യം എഴുതി കൊടുക്കാം. അവസാനം ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് മൊത്തത്തിലുള്ള ആ ഫൈനൽ ലുക്ക് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ വായിച്ചെടുത്തോണം കേട്ടോ. ഞാനിപ്പോൾ വായിച്ച് തരുന്നില്ല. അതൊക്കെ നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കായിട്ട് കൂട്ടിക്കോ. നിങ്ങൾ തന്നെ വായിച്ച് കണ്ടുപിടിക്കണേ.
കണ്ടോ? അപ്പോൾ ലൈൻ ഇടുമ്പോൾ നമുക്ക് അക്ഷരങ്ങളെല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടും. നമ്മൾ പല കളറിലെ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ വൈറ്റ് മാത്രം എടുത്തേനെ. പക്ഷേ ഇത് നോക്കിയപ്പോൾ പല കളറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഇരിക്കാതെ എന്നാൽ നല്ല ഭംഗിയോടെ കുഞ്ഞുങ്ങൾക്ക് അത് വായിക്കാനൊക്കെ ഒരു കൗതുകമൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെയാണ് പല കളറിൽ സെലക്ട് ചെയ്തതേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബാക്കിയുള്ള ജോലികളെക്കാട്ടിലൊക്കെ എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അതിനിടയ്ക്ക് ഇവിടുത്തെ കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ പുറകെ നടന്ന് അതെന്തുവാ ഇതെന്തുവാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മളതിനൊക്കെ മറുപടി പറയണം. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വാക്യം എഴുതി കഴിഞ്ഞു. ഇനി അതിന് ഏത് അധ്യായത്തിൽ നിന്ന് എത്രാമത്തെ വാക്യം എന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ റെഫറൻസ് അത് നമ്മൾ താഴെയായിട്ട് എഴുതി കൊടുക്കുന്നത്. അത് ചെറിയ അക്ഷരത്തിൽ മതിയേ. ബൈബിളിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് ഇതെടുത്ത് എഴുതുന്നത് എന്നൊക്കെ ഉള്ളതാണേ. അപ്പോൾ അതും എഴുതി കൊടുത്തു. ഇനി നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഫ്രണ്ട് സൈഡിൽ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ കോർണറിലെല്ലാം നല്ലതായിട്ട് പശ ഒട്ടിച്ചില്ലെങ്കിലുണ്ടല്ലോ അതെല്ലാം സൈഡിൽ നിന്ന് ഇളകി വരും. പിന്നെ പെട്ടെന്ന് ബാക്കിയൂടെ ഇളകി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ആ കോർണറിലെല്ലാം നല്ല രീതിയിൽ പശ തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ കാണണം. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഇതേ നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യമുള്ള മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. ആ താഴത്തെ ഹാൻഡിൽ നമുക്കൊരു വൈറ്റ് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യണം. സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതിന് ബോർഡറൂടൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഭംഗി വരുന്നത്. എന്ത് കാര്യത്തിനും ഒരു ബോർഡറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ബോർഡർ ചെയ്തെടുക്കണം. ആ ഹാൻഡിൽ നമ്മളൊരു വൈറ്റ് പേപ്പർ, സാധാരണ A4 ഷീറ്റാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേ ഒട്ടിച്ചിരിക്കുന്ന ചാർട്ട് പേപ്പറാണ് വൈറ്റ്. പക്ഷേ ഇത് സാധാരണ A4 ഷീറ്റാണേ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണമേ. താഴെയുള്ള ക്ലോത്തിലൊന്നും ടച്ച് ചെയ്യാതെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ചിലപ്പോൾ താഴെ കൂടെ കട്ടായി പോകുമായിരിക്കുമെന്ന്. പക്ഷെ പോയിട്ടില്ല. ഞാനത് ശ്രദ്ധിച്ചാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കുറച്ച് കട്ടിയാണ്. അതുകൊണ്ട് ഞാൻ അടിയിൽ ഒരു കാർഡ്ബോർഡ് വെച്ച് പ്രസ് ചെയ്തിട്ടാണ് അതൊന്ന് കട്ട് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ പിന്നെ പ്രസ് ചെയ്താൽ തുണി കട്ടായി പോകും. അതുകൊണ്ട് അതിനടിയിൽ ഒരു കാർഡ്ബോർഡ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ടേ. ഇനി ഈ രണ്ട് സൈഡിലും നമുക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫെവിക്കോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ബോർഡർ ചെയ്യുകയാണേ. ചെറിയ കളർഫുള്ളായിട്ടുള്ള ചെറിയ സെലോ ടേപ്പ് പോലെയുള്ള ടേപ്പാണ് നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മഞ്ഞയ്ക്കൊരു കോമ്പിനേഷനായിട്ടൊരു ഗ്രീൻ കളറാണ് അവിടെ ചെയ്തിരിക്കുന്നത്.
ബാക്ക് സൈഡിലും കൂടെ കവർ ചെയ്ത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ടേപ്പ് കേട്ടോ. കണ്ടോ, ഇത് ബാക്ക് സൈഡിൽ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തന്നെ ബാക്കിലോട്ട് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണേ. അങ്ങനെ 4 സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ദേ ഇതാണ് ഫൈനൽ. ഈ പിടിക്കും നമ്മൾ ഈ ഗ്രീൻ കളർ പല കളറിലെ ടേപ്പ് നമ്മൾ ചുറ്റുന്നുണ്ട്. ഇപ്പം ഞാനിത് ഇത്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നാൽ ആ ഹാൻഡിലിൽ നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് നമ്മൾ ലാസ്റ്റ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ലാസ്റ്റിലത്തേക്ക് മാറ്റി വെക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ദേ കണ്ടോ, ഇങ്ങനെയാണ് വാക്യം എഴുതിയിരിക്കുന്നത്. ആ ഹാൻഡിലിൽ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ എല്ലാത്തിലും അങ്ങനെ ഒട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഏകദേശം 10-14 പീസോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വാക്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിലുള്ള ചില വാക്യങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള പ്ലക്കാർഡ്സിൻ്റെ ഫൈനൽ റിസൾട്ട്. കണ്ടോ, ബാക്ക് സൈഡ് നമ്മൾ നീറ്റാക്കി തന്നെ എടുത്തിട്ടുണ്ടേ. പിന്നെ ഇത് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രീ പോലെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അതൊന്ന് കളർ ചെയ്തെടുത്തിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ തമ്പ് ഇംപ്രഷൻ അതേ വെപ്പിച്ചിട്ട് ലീഫിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറിൽ നമ്മൾ ആ ഒരു മരം കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനും അതൊക്കെ ഒരു പ്രത്യേകതരം ഒരു അനുഭവമായിരുന്നു. കാര്യം നമ്മൾ ചെയ്തൊരു കാര്യം കുഞ്ഞുങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷമായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുഞ്ഞുങ്ങളുടെ റാലിയൊക്കെ കാണാമേ. ദേ ഇതാണ് ഒരു ട്രീ പോലെ ഞാൻ വരച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണത്. ഞാനിത് വരയ്ക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാര്യം അത് ഞാൻ കുറച്ച് രാത്രിയിലാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ വീഡിയോ ഒന്നും അന്നേരം എടുത്തില്ല. അപ്പോൾ ഇത് ദേ കണ്ട, ആദ്യം വരച്ചതാണിത്. ആദ്യം വരച്ചതിന് ശേഷം കളറൊക്കെ ചെയ്തു. പിന്നെ അതിൽ കുറച്ച് കോഡ്സൊക്കെ എഴുതി. പിന്നെ ദേ കുഞ്ഞുങ്ങളെ കൊണ്ട് തമ്പ് ഇംപ്രഷൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ദേ ഇതാണേ. അപ്പോൾ നമുക്കിനി കുഞ്ഞുങ്ങളുടെ റാലി കണ്ടാലോ.